നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ഇന്ന് എന്തായാലും മലയാളികൾ ഏറെ ചിന്തിക്കുന്നതും സംസാരിക്കുന്നതും എല്ലാം വി.എസ്. അച്യുതാനന്ദനെ കുറിച്ചാണ്. അപ്പോൾ പല ഭാഗത്തു നിന്നും ഒരുപാട് പേര് അദ്ദേഹത്തെ സ്മരിക്കുന്നത് വളരെ നല്ലൊരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു, നല്ലൊരു നേതാവായിരുന്നു, നല്ലൊരു മുഖ്യമന്ത്രിയായിരുന്നു എന്ന രീതിയിലൊക്കെ അദ്ദേഹത്തെ അനുസ്മരിക്കുമ്പോഴും പലരും ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലെല്ലാം പലരും കുറച്ചു പേരെങ്കിലും, ഒരു ചെറിയ വിഭാഗമെങ്കിലും അദ്ദേഹം നടത്തിയ പല പരാമർശങ്ങളും വളരെ മോശമായിരുന്നു. അതായത് മുൻ മുഖ്യമന്ത്രി അന്തരിച്ച ശ്രീ ഉമ്മൻചാണ്ടിക്കെതിരെ പറഞ്ഞതും സഭയിൽ ഉൾപ്പെടെ അദ്ദേഹത്തിൻ്റെ മകളെ പരാമർശിച്ചതും അതെല്ലാം പറയുന്നുണ്ട്. പിന്നെ മറ്റൊരു കാര്യം പറയുന്നത് വി.എസ്. പറഞ്ഞിട്ടുള്ള പല പരാമർശങ്ങളിൽ സ്ത്രീ വിരുദ്ധത കൂടുതൽ പറഞ്ഞിട്ടുള്ളൊരു നേതാവാണ് എന്ന രീതിയിലൊക്കെ പലരും കുറിച്ച് ഞാൻ കണ്ടായിരുന്നു. പക്ഷേ ഇവരെല്ലാം ശ്രദ്ധിക്കാതെ പോയ മറ്റു ചില വിഷയങ്ങളുണ്ട്. സ്ത്രീ വിരുദ്ധത പറഞ്ഞു എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ചില സ്ത്രീകളെക്കുറിച്ച് പറയുമ്പോൾ, ചില തുറന്നു പറച്ചിലുകൾ നടത്തുമ്പോൾ അതിൽ ബാഹ്യമായി നമുക്ക് സ്ത്രീ വിരുദ്ധത തോന്നാമായിരിക്കും. പക്ഷേ അതിനേക്കാൾ ഉപരി എനിക്ക് തോന്നിയത്, ഞാൻ പല റിപ്പോർട്ടുകളിലൂടെയും കടന്നു പോയപ്പോൾ എനിക്ക് വളരെ ഹൃദയഭേദകമായി വായിച്ചപ്പോൾ തന്നെ ഞാൻ കരഞ്ഞുപോയത്, അതായത് സൂര്യനെല്ലി പെൺകുട്ടിയെ അദ്ദേഹം സന്ദർശിക്കാൻ പോയ അതുമായി ബന്ധപ്പെട്ടൊരു ഫേസ്ബുക്ക് കുറിപ്പാണ്. അത് വായിച്ചപ്പോൾ സത്യത്തിൽ പാർത്ഥ ഞാൻ കുറച്ചധികം കരഞ്ഞുപോയി. അദ്ദേഹം 1,00,000 രൂപ അദ്ദേഹത്തിൻ്റെ ബാഗിൽ നിന്ന് എടുത്ത് കൊടുത്തിട്ട് അതിൻ്റെ പപ്പയ്ക്ക്, ആ പെൺകുട്ടിയുടെ പപ്പയ്ക്ക് കൊടുത്തിട്ട് പറഞ്ഞത്, ഇത് അവിടെ അപ്പൂപ്പൻ തരുന്നതാണെന്ന് കരുതി വാങ്ങിക്കണം, ഇത് ഞാൻ എൻ്റെ പെൻഷൻ പൈസ കൂട്ടിവെച്ച് കൊടുക്കുന്നതാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. അതൊരു വിഷയം. വേറെ ആര് തയ്യാറാവും ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ? അതായത് സമൂഹത്തിൻ്റെ മുന്നിൽ അറിയാമല്ലോ, നമ്മുടെ നാട്ടിൽ ഒരു പീഡനത്തിനിരയായി എന്ന് പറഞ്ഞാൽ പീഡിപ്പിച്ചവനല്ല കുഴപ്പം, പീഡിപ്പിക്കപ്പെട്ട പെണ്ണിന്, ഒരു ബലാത്സംഗത്തിനിരയായ ഒരു പെണ്ണ് പിന്നെ നാട്ടുകാരുടെ മുന്നിലൂടെ നടക്കുമ്പോൾ പല സംഭവങ്ങളും, ആ പെൺകുട്ടി അനുഭവിച്ച പല സംഭവങ്ങളും മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നിരുന്നു. മാധ്യമങ്ങളിലൂടെ പലരും പറഞ്ഞറിഞ്ഞിട്ടുണ്ട്. അവളൊരു സ്ഥലത്ത് പോയാൽ ആൾക്കാരെല്ലാം ഏതോ ഒരു കാഴ്ചവസ്തുവിനെ കാണുന്നത് പോലെ വന്ന് ആൾക്കാരുടെ രൂക്ഷമായ നോട്ടങ്ങൾ, അവൾ അനുഭവിച്ച ട്രോമ വേറൊരു വശത്ത്. പക്ഷെ പിന്നീട് സമൂഹം നോക്കുന്നത് അത് ആ പെൺകുട്ടിയെന്നല്ല. അത് കഴിഞ്ഞ് പല പല കേസുകൾ നമുക്ക് മുന്നിലുണ്ട്, പീഡന കേസുകൾ. പല രാഷ്ട്രീയക്കാരുടെയും അവരുടെ മക്കളുടെയും പ്രമുഖരായവരുടെ തന്നെ പേരുകൾ പരാമർശിക്കപ്പെട്ട പല കേസുകളിലും നാട്ടുകാരും അതിലൊന്നും യാതൊരു ഈ പറയുന്ന കുറ്റം പറയുന്ന ആൾക്കാരും അതിനെപ്പറ്റി ഒന്നും അറിഞ്ഞിട്ടില്ല. പക്ഷെ വി.എസ്. ഈ കേസുകളിലെല്ലാം ഇരയ്ക്കൊപ്പം നിൽക്കുന്നൊരു നിലപാടാണ്. വേറെ ഏത് നേതാക്കന്മാർ ഇതുപോലെ സധൈര്യം, അതായത് ആത്മാർത്ഥമായി ഈ ഇരയ്ക്കൊപ്പം നിന്നിട്ടുണ്ട് വി.എസിനെ പോലെ? ഇല്ലേ? അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചില വീഡിയോ ക്ലിപ്പിങ്ങുകളും ചില വാർത്താ ശകലങ്ങളും ഉദ്ധരിച്ചുകൊണ്ട് ഈ മരണം ആരെയും വിശുദ്ധരാക്കുന്നില്ല എന്ന എം സ്വരാജിൻ്റെ ഒരു പോസ്റ്റിനെയും കൂടെ ഇതിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട്. മരണം വിശുദ്ധരാക്കുന്നില്ല, ശരി തന്നെ, പക്ഷേ ചെയ്ത സൽപ്രവർത്തികൾ ആർക്കും മറയ്ക്കാൻ കഴിയില്ല. രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസത്തിൻ്റെ പേരിൽ നമ്മൾ പറയുന്ന പല കാര്യങ്ങളും മനുഷ്യർ മരിച്ചു പോകുമ്പോൾ എടുത്തു വെച്ച് ചേർത്ത് കെട്ടി അവരെ മോശക്കാരാക്കണം എന്ന് ഞാൻ ഒരിക്കലും പറയാറില്ല. അങ്ങനെയല്ല ചെയ്യേണ്ടത്. സഖാവ് വി.എസ്. രാഷ്ട്രീയപരമായ പല പരാമർശങ്ങളും എതിർ രാഷ്ട്രീയക്കാരെ പറ്റി നടത്തിയിട്ടുണ്ടെങ്കിലും അതിലൊക്കെ അപ്പുറത്തേക്ക് അദ്ദേഹം ചെയ്തു വെച്ച, അദ്ദേഹം കൊളുത്തിവിട്ട പ്രതിഷേധത്തിൻ്റെ, പ്രതിരോധത്തിൻ്റെ തീ എന്ന് പറയുന്നത് ചില്ലറയായിരുന്നില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. P.J. കുര്യൻ എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ സമുന്നതനായ നേതാവ് പ്രതിസ്ഥാനത്ത് വന്നിട്ടുള്ള സൂര്യനെല്ലി കേസ്, ഐസ്ക്രീം പാർലർ പെൺവാണിഭ കേസ്, ലീഗിൻ്റെ ഏറ്റവും പ്രമുഖനായ നേതാവ് കുഞ്ഞാലിക്കുട്ടി പ്രതിസ്ഥാനത്ത് വന്നിട്ടുള്ള കേസാണ് ഐസ്ക്രീം പാർലർ പെൺവാണിഭം. ആ കേസിനകത്ത് സംഭവിച്ച ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്, അതിൽ ആരൊക്കെ പങ്കെടുത്തിട്ടുണ്ട്, ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടികളിലെ, കുഞ്ഞാലിക്കുട്ടിയെ മാത്രമല്ല ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടികളിലെ ആരൊക്കെ അതിൽ വന്നിട്ടുണ്ട് എന്നൊക്കെ നമുക്കറിയാം. ഒന്നും ശിക്ഷിക്കപ്പെട്ടിട്ടില്ല എന്നതുകൊണ്ട് ആരും വിശുദ്ധരാവുന്നില്ല. തെളിവുകൾ മാത്രമാണ് കോടതി പരിഗണിക്കുക എന്നുള്ളത് കൂടി നമ്മൾ ആലോചിക്കണം. ഇവിടെ ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുത്തുന്ന ചില കാര്യങ്ങളുണ്ട്. അതുകൂടെ ചർച്ച ചെയ്യാതെ പോകുന്നത് ഒരിക്കലും ശരിയല്ല. വി.എസ്. അച്യുതാനന്ദനെ പോലെ അഴിമതിക്കെതിരെ മാത്രമല്ല മാനഭംഗത്തിനിരയായി ക്രൂശിക്കപ്പെട്ട് ഏറ്റവും വലിയ പീഡനത്തിനിരയായ കുഞ്ഞുങ്ങളുടെ കൂടെ നിൽക്കാൻ കേരളത്തിൽ മറ്റേത് രാഷ്ട്രീയ നേതാവാണ് ഇത്രയധികം ധൈര്യം കാണിച്ചത് എന്ന് ചോദിച്ചാൽ മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിലെ നേതാവുമില്ല. അത് കേരളത്തിലെ
വി.എസ്. അച്യുതാനന്ദൻ എന്ന് പറയുന്ന ഒരൊറ്റ നേതാവ് മാത്രമേ ഉള്ളൂ. അതും സ്വന്തം മാത്രമല്ല, പ്രസ്ഥാനത്തിലെ നേതാക്കന്മാർ ആരോപണ വിധേയരായിരിക്കുമ്പോൾ തന്നെയാണ് അദ്ദേഹം ചേർത്ത് നിർത്തുന്നതെന്ന് ആലോചിക്കുന്നത്. തീർച്ചയായിട്ടും ഇപ്പൊ ഓപ്പോസിറ്റ് ആൾക്കാർക്ക് എതിരെ ആരോപണം വരുമ്പോൾ ചേർത്ത് നിർത്തുന്നത് സ്വാഭാവികമായ പരിപാടിയാണ്. അത് ഒരിക്കലും ആ ഇരയോടുള്ള മമത കൊണ്ടായിരിക്കില്ല, അതിനുണ്ട്. പക്ഷെ ഇദ്ദേഹം ചെയ്തത് സ്വന്തം പാർട്ടിക്കാരായ നേതാക്കന്മാർ, അവർ വളരെ പ്രമുഖരുമാണ്, സ്വാധീനമുള്ളവരുമാണ്, എന്നിട്ട് പോലും ആ ഇരയെ ചേർത്ത് നിൽക്കാൻ കാണിച്ച ആ ഒരു മനസ്സ്, അതാണ് മലയാളി കാണേണ്ടത്. തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, CPM-നകത്തെ സമുന്നതനായ വ്യക്തിത്വം, VIP എന്ന് പറഞ്ഞ് രാഷ്ട്രീയ കേരളത്തെ ഞെട്ടിച്ച, രാഷ്ട്രീയ കേരളത്തിനകത്ത് 2 പിഞ്ചു കുട്ടികളെ ബലാത്സംഗം ചെയ്ത നേതാവ് എന്ന് വിളിപ്പേരുള്ള ആ വലിയ നേതാവ്, VIP എന്നറിയപ്പെട്ട ആ വലിയ നേതാവിനെതിരെ വി.എസ്. അച്യുതാനന്ദൻ, അതും സ്വന്തം പാർട്ടിക്കകത്തെ നേതാവിനെതിരെ വി.എസ്. അച്യുതാനന്ദൻ നടത്തിയ പടനീക്കങ്ങൾ, ആ പെൺകുട്ടിക്ക് നീതി വാങ്ങിക്കൊടുക്കാൻ വേണ്ടി വി.എസ്. ഇടപെടലുകൾ, അതൊക്കെ അത്രയേറെ നമ്മൾ ബഹുമാനിക്കപ്പെടേണ്ട ഒരു കാര്യമാണ് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷേ വി.എസിന് അതിൽ പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല എന്നൊരു സങ്കടം മാത്രമേ ആ കാര്യത്തിൽ ഉണ്ടായിരുന്നുള്ളൂ. കവിയൂർ കേസ്, കവിയൂരിൽ ആ സാധുവായിട്ടുള്ള അച്ഛനും, അമ്പലത്തിൽ ശാന്തിയായിരുന്ന അച്ഛനും അമ്മയും 2 മക്കളും അവിടെ കവിയൂരിലെ വീട്ടിൽ മരണപ്പെട്ട് കിടന്ന സമയത്ത് അത് കൊലപാതകമാണ് എന്ന് വാർത്ത വരുന്നു. ഉടനെ തന്നെ അവിടെ ഓടിയെത്തിയത് CPM-ന്റെ അന്നത്തെ പ്രമുഖയായ ഒരു വനിതാ നേതാവായിരുന്നു. അവർ വന്നിട്ട് മാധ്യമങ്ങളോട് പറഞ്ഞ കാര്യം എന്ന് പറയുന്നത്, ഇതൊരു ആത്മഹത്യയാണ്, അവർ വളരെയധികം പ്രശ്നമുണ്ടായിരുന്നു, ഈ കുഞ്ഞിന് വലിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു. എന്നാൽ ഇതൊന്നും ആരോടും ചോദിച്ചിരുന്നില്ല. ഈ കുടുംബമായിട്ട് ആ നേതാവിന്, വനിതാ നേതാവിന് വളരെ അടുത്ത ബന്ധമായിരുന്നു, ഒരു ബന്ധവും ഉണ്ടായിരുന്നില്ല. അവർ ഓടി വരികയായിരുന്നു. അത് കേട്ടാ തോന്നുന്നത് ഇവർക്ക് നിരന്തരം ഇവരുമായി ബന്ധപ്പെട്ടിരുന്നു, അവരുടെ പ്രശ്നങ്ങളെല്ലാം ഈ സ്ത്രീക്ക് അറിയാമായിരുന്നു. അതെ, അവർ ഓടി വന്ന് പറഞ്ഞ കാര്യമാണിത്. അതിനുശേഷം അവിടെ എന്താണ് സംഭവിച്ചത് എന്ന പോലീസ് റിപ്പോർട്ട് വരുന്നുണ്ട്. പാൽക്കഞ്ഞിയിൽ വിഷം ചേർത്ത ശേഷം 2 മക്കൾക്കും കൊടുത്ത് അതിൽ 2 മക്കളെ ശ്വാസം മുട്ടിച്ചു കൊന്നു. എന്നിട്ട് ആ അച്ഛൻ തൂങ്ങി മരിച്ചു. മരണപ്പെടാത്തത് കൊണ്ട് ആ കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ച് കൊന്നതിന് ശേഷം എന്ത് ചെയ്തു? തൂങ്ങി മരിച്ചു. തൂങ്ങി മരിച്ചു. നോക്കണം, വിഷം കഴിക്കുന്നു, അതിനുശേഷം കുഞ്ഞിനെ ശ്വാസം മുട്ടിക്കുന്നു, അതിനുശേഷം അതും മരിക്കാത്തത് കൊണ്ട് അച്ഛൻ കയറി തൂങ്ങി മരിക്കുന്നു. സാമാന്യ വിവരമുള്ള ആർക്കും ഇത് വിശ്വസിക്കാൻ കഴിയില്ല. പോലീസ് കോടതിയിൽ റിപ്പോർട്ട് കൊടുക്കുന്നു. ഈ റിപ്പോർട്ട് കൊടുത്ത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്ന സമയത്താണ് ഈ കുട്ടി പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് മനസ്സിലായത്. കുട്ടി പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് മനസ്സിലായപ്പോൾ ആ കുഞ്ഞിൻ്റെ ബോഡിയിൽ ഉണ്ടായിരുന്ന ബീജം എടുത്ത് സൂക്ഷിച്ച് കൃത്യമായി അനലൈസ് ചെയ്ത് പരിശോധനയ്ക്ക് അയക്കാൻ അന്ന് ഭരിച്ചിരുന്നത് ആരാണോ, അന്ന് ഭരിച്ചിരുന്ന CPM ഉൾപ്പെടെയുള്ള പാർട്ടിയിലെ ഉന്നതരുടെ സ്വാധീനം മൂലം, അത് ആ പോലീസിൻ്റെ ഇടപെടൽ മൂലം അത് കൃത്യമായി പരിശോധനയ്ക്ക് പോവാതിരുന്നത് കൊണ്ട് മാത്രം ആ VIP രക്ഷപ്പെട്ടു പോയൊരു കേസാണ് ഏത്, ഈ പറയുന്ന കവിയൂർ കേസ്. എന്നിട്ട് അത് കൊന്നു കെട്ടിത്തൂക്കിയതാണ് എന്ന് പറഞ്ഞപ്പോൾ ആ പോലീസും അത് മാറ്റി നിർത്തി. അന്ന് ഭരിച്ചിരുന്നത് ആരാണ് കേന്ദ്രത്തിൽ നമ്മൾ ആലോചിക്കണം. കൂട്ടുകക്ഷി സർക്കാരാണേ ഭരിച്ചിരുന്നത്. അന്നത്തെ CBI അന്വേഷണത്തിൻ്റെ പുറത്ത് CBI വന്ന സമയത്ത് കോടതിയിൽ CBI കൊടുത്ത മൊഴി വളരെ രസകരമായ മൊഴിയായിരുന്നു. അകത്തുനിന്ന് വാതിൽ അടച്ചിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ പുറത്തുനിന്ന് ആരും വന്നതായിട്ട് അറിവില്ല. രണ്ടാമത്തത്, ഈ പാൽക്കഞ്ഞിയിൽ ഇത് കൊടുത്ത് കെട്ടി തൂങ്ങി മരിച്ചതായിട്ടാണ് കാണുന്നത്. 72 മണിക്കൂറിനുള്ളിൽ പീഡനം സംഭവിച്ചിട്ടുണ്ട്, മറ്റാരും ആ കുട്ടിയുടെ അടുത്ത് പോയതായിട്ട് അറിവില്ല, അതുകൊണ്ട് അച്ഛൻ തന്നെയാണ് പീഡിപ്പിച്ചത് എന്ന ചോദ്യമായിരുന്നു. കോടതിയിൽ റിപ്പോർട്ട് എത്തിയപ്പോൾ കോടതി ജഡ്ജ് ഈ റിപ്പോർട്ട് വലിച്ചെറിയുകയാണ് ചെയ്തത് CBIയുടെ മുഖത്ത്. ഇന്നത്തെ ഒരു പ്രമുഖ CBI ഓഫീസറാണ് ആ കേസ് അന്വേഷിച്ചത്, പേരൊന്നും ഞാൻ പറയുന്നില്ല. അന്ന് ആ CBI ഓഫീസറോട് ജഡ്ജ് ചോദിച്ചത് നാണമുണ്ടോ എന്നാണ് ചോദിച്ചത്. എന്നിട്ട് ആ കേസ് മുന്നോട്ട് പോകുന്ന സമയത്ത് ഈ കേസിനകത്ത് വന്ന പേരുകൾ കേരളത്തിലെ CPM-ന്റെ പ്രമുഖരായിട്ടുള്ള ഒരു വനിതാ നേതാവിൻ്റെ മകൻ, ഒരു മുൻ സംസ്ഥാന സെക്രട്ടറിയുടെ മകൻ, സംസ്ഥാന സെക്രട്ടറി, ഇന്നത്തെ CPM-ന്റെ ഏറ്റവും പ്രമുഖനായ നേതാവാരാണ്, പിണറായി വിജയനെ പറ്റിയല്ല പറയുന്നത്, അത് കഴിഞ്ഞാൽ ഇന്ത്യയിലെ CPM-ൽ ഏറ്റവും പ്രമുഖനായ നേതാവ് ആരാണോ അയാളുടെ പേരായിരുന്നു ഈ ഇതിനകത്തുണ്ടായിരുന്നത്. മനസ്സിലാക്കണം.
അത് അട്ടിമറിക്കാൻ വേണ്ടി ഇവർ ചെയ്തെന്ന് പറഞ്ഞത് എങ്ങനെയാണ് 72 മണിക്കൂറിനുള്ളിൽ ഒരു കുട്ടി പീഡിപ്പിക്കപ്പെട്ടത് എന്ന് ചോദിച്ചപ്പോൾ ഈ കുട്ടി ബ്രാഹ്മണനായതുകൊണ്ട് ആത്മഹത്യ ചെയ്യുന്നതിന് തൊട്ട് മുൻപ് ആത്മഹത്യ ചെയ്ത, അതായത് കന്യകയായി ഈ കുട്ടി മരിച്ചാൽ, ഇളയ കുട്ടിയാണ്, മൂത്ത കുട്ടിയാണ് പീഡിപ്പിക്കപ്പെട്ടത്, ഇളയ കുട്ടി കന്യകയായി മരിക്കരുത് എന്ന ബ്രാഹ്മണ വിശ്വാസത്തിൻ്റെ പുറത്ത് അച്ഛൻ തന്നെ ആ കുട്ടിയെ പീഡിപ്പിച്ചു എന്ന വൃത്തികേട് എഴുതി കൊടുത്തു കോടതിയിൽ. ആർക്ക് വേണ്ടിയാണ് എന്നുള്ളത് ആലോചിക്കണം. ആ കേസ് ഇന്നും കോടതി എഴുതിയിട്ട് ഇന്ന് ഹൈക്കോടതി കിടക്കുകയാണ്. ആ കേസ് തേഞ്ഞുമാഞ്ഞു പോയിട്ടില്ല. ക്രൈം നന്ദകുമാർ ആ കേസിൻ്റെ പുറത്ത് പോയിട്ട് കേരളത്തിലെ പ്രമുഖനായിട്ടുള്ള ഒരു CPM-ൻ്റെ നേതാവിനെ തൊലി പൊളിച്ച് കളഞ്ഞിട്ടുണ്ട് കോടതി മുറിക്കകത്ത്. തൊലി ഇങ്ങനെ പൊലിച്ചെടുത്തിട്ടുണ്ട് ക്രൈം നന്ദകുമാർ അതിന് പുറകെ പോയി അദ്ദേഹത്തെ പറ്റി പല അഭിപ്രായങ്ങളും ഉണ്ടാവും. CPM വിരുദ്ധനാണ്, അതാണ് ഇതാണ് എന്നൊക്കെ. പക്ഷേ ക്രൈം നന്ദകുമാർ അതിൻ്റെ പുറകിൽ പോയി നടത്തിയ പോരാട്ടങ്ങൾക്ക് ആ പോരാട്ടത്തിൻ്റെ വില എത്രയാണെന്ന് നമുക്ക് മനസ്സിലാവില്ല. ജീവൻ പണയം വെച്ചാണ് അദ്ദേഹം അത് നടത്തിയത്. അന്ന് ആ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്ത, സപ്പോർട്ട് കൊടുത്ത ഒരേ ഒരു മനുഷ്യനെ ഉണ്ടായിരുന്നുള്ളൂ, സഖാവ് VS അച്യുതാനന്ദൻ. സ്വന്തം പാർട്ടിയിലെ നേതാവിൻ്റെ പുറത്ത്, സ്വന്തം പാർട്ടിയിലെ ആ VIP-ക്കെതിരെ എല്ലാ തരത്തിലും അദ്ദേഹം ആഞ്ഞടിക്കുന്ന ഒരു കാര്യമുണ്ടായി. പെൺകുട്ടികളുടെ മാനം അപഹരിക്കുന്നവൻ ആരാണോ അതിനെതിരെ നിൽക്കില്ല എന്നായിരുന്നു VS-ന്റെ കാഴ്ചപ്പാട്. അതിനുശേഷമാണ് കിളിരൂർ കേസ് വരുന്നത്. കിളിരൂരിലെ ഷാരി എന്ന് പറയുന്ന കുട്ടിയെ ഭീകരമായി കൊണ്ടുപോയിട്ട് ആലപ്പുഴയിലെ ഒരു ബോട്ടിൽ ഇട്ട് ബലാത്സംഗം ചെയ്തു എന്നാണ് പറയുന്നത്. അനവധി പേർ ബലാത്സംഗം ചെയ്തു. ആ ഷാരിയുടെ മരണം ഒരു ഹോസ്പിറ്റലിനകത്തായിരുന്നു ഉണ്ടായിരുന്നത്. അതിന് തൊട്ട് മുമ്പ്, മരിക്കുന്നതിന് തൊട്ട് മുമ്പ് ഷാരിയെ സന്ദർശിച്ചത് ഒരു വലിയ നേതാവായിരുന്നു. മനസ്സിലാക്കണം, വലിയൊരു CPM നേതാവായിരുന്നു സന്ദർശിച്ചത്. അപ്പോൾ ആ നേതാവിനെ കണ്ടപ്പോൾ ഷാരി വളരെയധികം ഭയന്ന് നിലവിളിച്ചു എന്നുള്ള കാര്യവും കൂടെ ഉണ്ടായിരുന്നു. ആ കേസിനകത്തും VS അച്യുതാനന്ദൻ നടത്തിയിട്ടുള്ള പോരാട്ടം മറ്റൊരു രാഷ്ട്രീയ നേതാവിനും അവകാശപ്പെടാനാവാത്ത പോരാട്ടമാണ് സഖാവ് VS നടത്തിയത്. അതിനും അപ്പുറത്തേക്ക് എഴുത്തുകാരിയായിട്ടുള്ള സൂസൻ ജോർജ് പങ്കുവെച്ച ഒരു ഇതുണ്ട്, എന്താണ്, ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട്. അതിൽ കൃത്യമായി പറയുന്നുണ്ട്, സൂര്യനെല്ലി കേസിനകത്ത് സുജ മനഃപൂർവ്വം കവിയൂർ കിളിരൂർ കേസ് മറന്നതാണോ എന്ന് എനിക്കറിയില്ല. അതെ, അതെനിക്കറിയില്ല. പക്ഷെ എങ്കിൽ പോലും സൂര്യനെല്ലി കേസിനകത്ത് കൃത്യമായി പറയുന്നുണ്ട്, ആ കുടുംബത്തെ കാണാൻ ചങ്ങനാശ്ശേരിയിലെ വീട്ടിലെത്തിയപ്പോൾ സഖാവ് VS അച്യുതാനന്ദൻ ആ കുടുംബത്തോടും അവരോടും മുറി അടച്ചിരുന്ന് സംസാരിച്ച് എല്ലാവിധ പിന്തുണയും കൊടുത്ത്, എന്നിട്ട് അവരുടെ മുമ്പിൽ നിന്ന് തൻ്റെ പേഴ്സ് തുറന്ന് 5 ലക്ഷം രൂപ എടുത്ത് അവരുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ഇത് മോളുടെ മുത്തശ്ശൻ തന്ന പണമാണ്, മുത്തശ്ശൻ തന്ന പണമാണ് എന്ന് പറഞ്ഞിട്ട് അവർ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത് ഏതെങ്കിലും ഒരു പാർട്ടിയോ ഏതെങ്കിലും ഒരു സർക്കാരോ തരുന്നതല്ല, എൻ്റെ പെൻഷൻ പണം, ഞാൻ സ്വരുക്കൂട്ടി വെച്ച പണം മോളുടെ സ്വന്തം മുത്തശ്ശൻ തരുന്നതാണ്, ഇത് വാങ്ങണം, ഇതിനപ്പുറത്തേക്ക് എല്ലാ നിയമസഹായത്തിനും ഞാൻ ഉണ്ടാകും എന്ന് പറഞ്ഞു. കോൺഗ്രസിൻ്റെ പ്രമുഖ നേതാവാണ് അതിൽ പ്രതി. മറ്റതിൽ CPM ആണെങ്കിൽ ഇതിൽ കോൺഗ്രസിൻ്റെ പ്രമുഖ നേതാവാണ് പ്രതി. മനസ്സിലാക്കണം. അതിനുശേഷം ഇത്തരത്തിൽ എന്താണ് ഈ അങ്ങേയറ്റം പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ കൂടെ നിന്ന നേതാവിൻ്റെ പേര്, ആ ധൈര്യത്തെയാണ് ഞാൻ VS-ൽ എപ്പോഴും കാണുന്നത്. ഇന്നും ഉണ്ട് പല നേതാക്കന്മാരും. എത്ര നേതാക്കന്മാർക്ക് ധൈര്യമുണ്ട് ഇങ്ങനെ പറയാൻ? ഇപ്പോൾ അടുത്ത് തന്നെ എത്രയോ അധികം കേസുകൾ വന്നിട്ടുണ്ട്. പറയാൻ ധൈര്യമുണ്ടോ? ഏതെങ്കിലും ഒരു അണിക്ക് ധൈര്യത്തോടു കൂടി ഇപ്പൊ ദിലീപിനെയൊക്കെ ഈ വല്ലാതെ ഞാനത് ആലോചിക്കുമായിരുന്നു. ഈ ആരോപണ വിധേയരായ നേതാക്കന്മാരെല്ലാം തന്നെ ഇപ്പോഴും സമൂഹത്തിൽ വളരെ മാന്യന്മാരായി തന്നെ ജീവിക്കുന്നു. അവരർഹിക്കാത്ത ബഹുമാനം ഈ നാട്ടുകാർ തന്നെ കൊടുക്കുന്നുമുണ്ട്. പക്ഷേ ദിലീപ് ആരോപണ വിധേയനാണ്, അല്ലേ? ആരോപണ വിധേയനാണെന്ന് നേരിട്ട് പ്രതിയല്ല, ഗൂഢാലോചന ആരോപണമാണ് ഉള്ളത്. അതിന് തെളിവുകളൊന്നും അതിലും തന്നെ പല കഥകളുണ്ട്. അദ്ദേഹത്തെ കുടുക്കിയതാണ് എന്നുള്ള വേറൊരു വേർഷൻ തെളിയിക്കപ്പെട്ടിട്ടില്ല. എന്നിട്ട് പോലും ദിലീപിനെ സോഷ്യൽ മീഡിയയിൽ അധിക്ഷേപിക്കുന്നതും ദിലീപിൻ്റെ ചിത്രങ്ങൾ ഇപ്പോൾ പുറത്തിറങ്ങുമ്പോൾ പോലും അതിനെപ്പോലും സപ്പോർട്ട് ചെയ്യാതെ അധിക്ഷേപിക്കാനും അതായത് താറടിച്ച് കാണിക്കാൻ ഈ സമൂഹം, മലയാളി സമൂഹം വളരെയധികം ആവേശം കാണിക്കുന്നുണ്ട്. പക്ഷേ ഈ കഴിഞ്ഞ ഇപ്പം നമ്മൾ ഇത്രയും പറഞ്ഞ ആ പ്രതികളെല്ലാം അവരുമെല്ലാം അന്ന് പ്രതിസ്ഥാനത്തായിരുന്നു, ഇല്ലേ? അവർക്കെല്ലാം ഇപ്പോഴും ആ ബഹുമാനവും അംഗീകാരവും എല്ലാം ഈ സമൂഹം കൊടുക്കുന്നുണ്ട്. ഇത് ഇരട്ട നീതിയല്ലേ? എൻ്റെ ചേച്ചി, അന്നെങ്ങാൻ ഇന്നത്തെ പോലെ സോഷ്യൽ മീഡിയ ഉണ്ടായിരുന്നെങ്കിൽ ഇവരൊക്കെ പുറത്തിറങ്ങി നടക്കുമായിരുന്നോ? അന്ന് ദേശാഭിമാനി മാത്രം വായിച്ചിരുന്നത് കൊണ്ടല്ലേ
ഈ സംഭവങ്ങൾ ഉണ്ടായത്. അന്ന് എല്ലാ രാഷ്ട്രീയക്കാരും ഇവർക്ക് അനുകൂലമായി നിന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൽ വാങ്ങലായിരുന്നു കേരളത്തിന്റെ രാഷ്ട്രീയം. അന്നില്ലെങ്കിലും ഇന്ന് ഈ സോഷ്യൽ മീഡിയ കൊണ്ട് ഈ കേസുകളെല്ലാം ഇപ്പോഴും പല അവസരങ്ങളിലും ഈ കേസുകളെല്ലാം ഇവിടെ ചർച്ചയാകാറുണ്ട്. കേസ് ഹൈക്കോടതി കിടക്കുകയാണ്, ആരും മോചിക്കപ്പെട്ടിട്ടൊന്നുമില്ല. കോടതിയിലുള്ളത് പോട്ടെ, സമൂഹ മാധ്യമങ്ങൾ ഇത് പലപ്പോഴും ചർച്ചയാകാറില്ലേ, പരാമർശിക്കാറില്ലേ? എന്നിട്ടും ഈ രാഷ്ട്രീയ നേതാക്കൾക്കൊന്നും ഒരു കോട്ടവും തട്ടുന്നില്ലല്ലോ. അവരിപ്പോഴും അതേ ബഹുമാന്യതയോടെ ആൾക്കാരെല്ലാം അവരെ കാണുന്നത് അതേ തൊഴുവല്ലേ ആൾക്കാർ. അതെ, അതാ ഞാൻ പറഞ്ഞത്. അതിനെതിരെയൊക്കെ ശബ്ദിച്ച ഒരേ ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് VS ആയിരുന്നു. അതിന് VS കൊടുക്കേണ്ടി വന്ന എന്താ പറയുക, അദ്ദേഹം അനുഭവിക്കേണ്ടി വന്ന ക്രൂരത ചെറുതൊന്നുമായിരുന്നില്ല. അദ്ദേഹം പാർട്ടിക്കകത്ത് അനുഭവിച്ച അത്രയേറെ പ്രശ്നങ്ങൾ, ക്യാപിറ്റൽ പണിഷ്മെന്റ്, അദ്ദേഹത്തെ സംസ്ഥാന സമ്മേളനത്തിന്റെ വേദിയിൽ നിന്ന് അദ്ദേഹത്തിന് കണ്ണ് നനഞ്ഞുകൊണ്ട് ഇറങ്ങി പോരേണ്ടി വരുന്ന അവസ്ഥ, വെട്ടി പട്ടികിട്ട് കൊടുക്കണമെന്ന് ഒരു നേതാവ് പറഞ്ഞു എന്ന് പ്രസംഗിച്ചതായി പറഞ്ഞു എന്ന് വലിയ മാധ്യമങ്ങളൊക്കെ വാർത്ത പ്രസിദ്ധീകരിച്ചു. എന്തോ ആവട്ടെ. പക്ഷേ എങ്കിൽ പോലും അദ്ദേഹത്തിനെതിരെ ഇത്രയും ശക്തം, അദ്ദേഹത്തിൻ്റെ ഗ്രൂപ്പുകളിലുള്ള അദ്ദേഹത്തിനെ അനുകൂലിക്കുന്ന എല്ലാവരെയും വെട്ടി നിരത്തി. എന്നിട്ടിപ്പോൾ സ്നേഹം കാണിക്കുന്നുണ്ട്. എന്തെങ്കിലും ആവട്ടെ, അത് അവരുടെ സ്വകാര്യത. സ്നേഹം കാണിക്കുന്നതെല്ലാം അണികളാണ്. അതെ, VS സ്നേഹിക്കുന്ന ആൾക്കാരാണ് അദ്ദേഹത്തെ കാണാനായി തിക്കും തിരക്കും കൂടി പാതിരാത്രിയും പോയി നിൽക്കുന്നത്. അത് തീർച്ചയായും നിന്നല്ലേ പറ്റുള്ളൂ. അതിനൊപ്പം ഒരു കാര്യം കൂടി പറയാം. അതായത് കേരളത്തിലെ ഏറ്റവും പ്രമുഖനായ രാഷ്ട്രീയ നേതാവായിരുന്ന കുഞ്ഞാലിക്കുട്ടി പ്രതിയായിട്ടുള്ള ഐസ്ക്രീം പാർലർ പെൺവാണിഭ കേസിനകത്ത് പോയി അതിനെതിരെ നിയമ പോരാട്ടം നടത്താൻ ശ്രമിച്ചു. തൻ്റെ പ്രസംഗങ്ങളിലൂടെ കാര്യം പറഞ്ഞു. ഈ പോരാട്ടങ്ങളെല്ലാം കൊണ്ടുവന്ന് എത്തിച്ച് അന്ന് ജനങ്ങൾക്കിടയിൽ VS ഉണ്ടാക്കിയെടുത്ത ഒരു മുഖമാണ് അന്ന് അദ്ദേഹത്തെ പിന്നീട് മുഖ്യമന്ത്രി സ്ഥാനത്തെത്താൻ സഹായിച്ചത്. അല്ലാതെ ഈ പാർട്ടിയുടെ സംബന്ധമല്ല. അദ്ദേഹം അന്ന് ആ കേസുകളിൽ പറഞ്ഞ നിലപാടാണ് അദ്ദേഹത്തെ എന്ത് ചെയ്തത്, മുഖ്യമന്ത്രി VS വരികയാണെങ്കിൽ നീതി കിട്ടും എന്നൊരു തോന്നലുണ്ടായി. അതുകൊണ്ടാണ് അന്ന് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നത്. യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിന്നീട് ഇങ്ങോട്ട് രണ്ടാം തുടർഭരണം കിട്ടേണ്ടതാ. എങ്ങനെയാണെന്നറിയോ അത് പോയത്? വളരെ ചുരുങ്ങിയ 3-4 സീറ്റല്ലേ പോയത്. ആ സീറ്റ് എങ്ങനെ പോയി? ആ സീറ്റ് പോയത് പാർട്ടി വേണ്ടെന്ന് വെച്ചു. രണ്ടാമത്തെ ഭരണം വേണ്ടെന്ന് വെച്ചു പാർട്ടി. അതൊക്കെ നമുക്ക് കൃത്യമായിട്ട് അതൊക്കെ ഒരുപാട് ചർച്ചകൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. എങ്കിൽ പോലും ഇടമലയാർ കേസിൽ R ബാലകൃഷ്ണപിള്ളയെ ജയിലിൽ കിടത്തിയത്, അഴിമതി കേസിൽ ഇന്ന് കേരളത്തിൻ്റെ ചരിത്രത്തിലൊരു നേതാവ് ജയിലിൽ കിടത്തിയിട്ടുണ്ടെങ്കിൽ അത് R ബാലകൃഷ്ണപിള്ള മാത്രമാണ്. അദ്ദേഹം പിന്നെ ഈ പറയുന്ന പല ആനുകൂല്യങ്ങളുടെ ഇടയിൽ പുറത്തിറങ്ങി. അതിന് പിന്നിൽ നിന്നത് സഖാവ് VS ആയിരുന്നു. ഒരു കാര്യം മാത്രം പറയാം. മാനഭംഗത്തിനിരയായ ആരുമില്ലാത്ത ക്രൂരത കൊണ്ട് അങ്ങേയറ്റം പെട്ടുപോയ പെൺകുട്ടികളുടെ കണ്ണുനീര് കണ്ട് സ്വന്തം പാർട്ടിയിലെ ആളുകളായ വമ്പന്മാർക്കെതിരെ വരെ VS അവസാന ശ്വാസം വരെ പോരാടിയിരുന്നു. പല സമയത്തും അദ്ദേഹത്തിന് അത് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല എന്നത് മാത്രമാണെങ്കിലും ആ പോരാട്ട വീര്യം ചെറുതൊന്നുമല്ല.